ഹൈ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുച്ചപ്പാടം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു ഫ്രീ UPSC പ്രിലിംസ് ടെസ്റ്റ് സീരീസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ടെസ്റ്റ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ആ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയലും ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഫസ്റ്റ് പറയുന്നതും ടെലിഗ്രാം ചാനലിലായിരിക്കും, പബ്ലിക് ചാനലാണ്. അതുപോലെ തന്നെ ഈ നടക്കാൻ പോകുന്ന ടെസ്റ്റിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ ടെലിഗ്രാം ചാനലിലൂടെയാണ്. അതിൽ ജോയിൻ ചെയ്യാത്തവരാരെങ്കിലും ഇനിയുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, ജോയിൻ ചെയ്യുക. പിന്നെ അത് ടെലിഗ്രാം ആ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെയുള്ള നമ്പറുമായിട്ട് എന്ത് ചെയ്യുക, ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഈ വർഷത്തെ പ്രിലിംസ് എഴുതാൻ പോകുന്ന സീരിയസ് ആയിട്ട് അപ്പിയർ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കംപ്ലീറ്റ് സബ്ജക്റ്റ് ഇനി വരുന്ന കുറഞ്ഞ ദിവസങ്ങൾ, ഈ 2 മാസത്തിലധികമുള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് സബ്ജക്റ്റുകൾ 1-2 പ്രാവശ്യം ടെസ്റ്റുകൾ എഴുതി അത് അനാലിസിസ് നടത്തി അതുപോലെ തന്നെ 10ഓളം ഫുൾ ടെസ്റ്റുകളും നടത്തുന്ന പ്രോഗ്രാമാണ് നമ്മുടെ ഫ്രീ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് ഫ്രീ ആണ്. പൊതുവെ 6,000 രൂപയ്ക്ക് വരുന്ന പ്രോഗ്രാമുകളാണ്, ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ സീരിയസ് ആയിട്ടുള്ള ആളുകളെ മാത്രം ഇതിലേക്ക് എടുക്കാൻ വേണ്ടി ഒരു രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് വെറും 250 രൂപ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. കാരണം സീരിയസ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. മുമ്പ് പക്ക ഫുള്ള് ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ ഒരുപാട് ആളുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ എക്സാം എഴുതാത്ത ആളുകൾ കണ്ടായിരുന്നു, ചുമ്മാ വന്നിരുന്നിട്ട്. അത്തരം ആളുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സീരിയസ് ആയിട്ടുള്ള പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഈ വർഷം എഴുതാൻ പോകുന്ന UPSC എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മാത്രം അതിലേക്ക് എടുക്കാൻ വേണ്ടിയാണ്. ഒരു 250 റുപ്പീസ് ഇതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്ട്രേഷൻ ഫീസ് മാത്രം വരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പേ ചെയ്ത് ഗൂഗിൾ പേയോ ഫോൺ പേയോ മറ്റേതിലേക്കാണെങ്കിലും ഈ കാണുന്ന നമ്പറിൽ പേ ചെയ്ത് അതിനുശേഷം ഇവിടെയുള്ള ഈ നമ്പറിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ വാട്സപ്പിലേക്ക് അതിൻ്റെ പേയ്മെൻറ്റ് സ്ലിപ്പ് അയക്കുക, നിങ്ങളുടെ പേര് അയക്കുക, നിങ്ങളുടെ അഡ്രസ്സ്, പേര്, അതുപോലെ തന്നെ പ്ലേസ് തുടങ്ങിയ കാര്യങ്ങളും ഇമെയിലും കാര്യങ്ങളും എന്ത് ചെയ്യുക, അതിലേക്ക് അയക്കുക. അതിനുശേഷം നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ഗ്രൂപ്പിലൂടെ ആയിരിക്കും, അതിന് മാത്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഷെഡ്യൂൾ ഈ 15-ാം തീയതി മുതൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത്, കാരണം ഇനി കുറഞ്ഞ ദിവസമല്ലേ എക്സാമിനുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 ദിവസം ഇടവിട്ടുകൊണ്ട് എക്സാം ഉണ്ട്. ഓരോ സബ്ജക്റ്റിനും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പൊളിറ്റിക്ക് തന്നെ 3-4 ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നിശ്ചിത ടോപ്പിക്കുകൾ തന്ന് അത്രയും ടോപ്പിക്ക് പഠിച്ച് അത് പൊളിറ്റിയുടെ ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അടുത്ത അത്രയും ടോപ്പിക്കുകൾ, അപ്പോൾ അതിൻ്റെ ടോപ്പിക്കുകൾ ഏതൊക്കെയെന്നുള്ളത് നമ്മൾ ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ടാവുക. നിങ്ങൾ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരും. അത് നിങ്ങൾ പഠിക്കുക, ടെസ്റ്റ് ചെയ്താൽ 2 മണിക്കൂർ പോലെ ഇരുന്ന് തന്നെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അനാലിസിസ് ഉണ്ടാവും. അത് സൂമിലൂടെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ഉണ്ടാവുക. അതിന് നമ്മൾ ആൻസർ കീ ഡിസ്കസ് ചെയ്യും. അത് നിങ്ങൾക്ക് ആ കീൻ്റെ സമയത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആണ് ജോയിൻ ചെയ്യേണ്ടത്. ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യുക, അതിൻ്റെ റെക്കോർഡായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത്തരത്തിൽ കംപ്ലീറ്റ് സബ്ജക്റ്റുകൾ 1-2-3-4 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നമ്മൾ എത്ര പഠിച്ചാലും അത് നമ്മൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം, എങ്കിലേ നമുക്കത് UPSC എക്സാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. പക്ഷേ എക്സാം എഴുതി 1-2 പ്രാവശ്യം തെറ്റി വീണ്ടും കറക്റ്റ് ചെയ്ത് എഴുതി നിങ്ങൾ പരിശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ആ ക്വസ്റ്റ്യൻ തെറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ സബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് സബ്ജക്റ്റ് UPSC-ലോട്ടുള്ള ഇൻക്ലൂഡിങ് കറണ്ട് അഫയേഴ്സ് അതിനുള്ള ഇൻക്ലൂഡ് ആയിരിക്കും. ഓക്കെ, 1 ഇയർ കറണ്ട് അഫയേഴ്സും കൂടി ഓരോ മന്ത് ഇൻക്ലൂഡ് ആയിട്ടാണ് ടെസ്റ്റിൽ ഉണ്ടാവുക. പ്രധാനപ്പെട്ട മോഡൽ മെയിൻ സ്റ്റുഡൻ്റൊക്കെ പ്രധാനപ്പെട്ട ടെസ്റ്റുകളൊക്കെ നമ്മൾ അതിനുള്ള ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഓരോ സബ്ജക്റ്റിൻ്റെ ടെസ്റ്റുകൾ നടത്തി, സിസാറ്റിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തി, പിന്നെ ഫുൾ ടെസ്റ്റ് 10ഓളം എല്ലാ സബ്ജക്റ്റും കൂടി ഒരുമിച്ച് വരുന്ന ഇതിലുള്ള ഫുൾ ടെസ്റ്റ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ വലിയ സംഖ്യ ഒന്നും വാങ്ങുന്നില്ല, പക്ഷേ ഒരു രജിസ്ട്രേഷൻ ഫീസ് മാത്രമുണ്ട്. അത് നിങ്ങൾ 250 റുപ്പീസ് ഇവിടെ കാണുന്ന നമ്പറിലോട്ട് പേ ചെയ്യുക. പേ ചെയ്തതിന് ശേഷമാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ മെസ്സേജ് അയക്കണം. അതിൻ്റെ സ്ലിപ്പും നിങ്ങളുടെ പേരും അടക്കം എന്ത് ചെയ്യുക, അയക്കുക. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ അതിലേക്കും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവരും ടെസ്റ്റിലേക്ക് വരിക. നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റിലൂടെ നേരിട്ട് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എലിമിനേഷൻ ടെക്നിക്കുകൾ, നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുണ്ട്. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ UPSC എക്സാം ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ എക്സാമിലൂടെ തന്നെ എഴുതി നമുക്ക് കണ്ടെത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബെസ്റ്റ് അറ്റംപ്റ്റ്, അത് എത്ര നമ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അല്ല ചുമ്മാ 100 അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ 50 അറ്റൻഡ് ചെയ്യുക, അങ്ങനല്ല. നമ്മുടെ ഒരു ബെസ്റ്റ് നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം മാർക്ക് കിട്ടുന്ന ഒരു എണ്ണം ഉണ്ടാവും. ആ എണ്ണത്തിൻ്റെ ഇടയിലേക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എക്സാം എഴുതിയിട്ട് നമുക്ക് എത്രയെന്നുള്ളത് കണ്ടെത്തണം. അത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ അനാലിസിസ് നടത്തേണ്ടത്. അതുപോലെ തന്നെ ടെസ്റ്റ് നമ്മൾ ഒറ്റയടിക്ക് തന്നെ ടെസ്റ്റ് 100 ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് ആൻസർ ചെയ്യുന്ന രീതിയിലല്ല ടെസ്റ്റ് ചെയ്തേണ്ടത്. അത് 2-3 സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അത് ഏറ്റവും ഷുവർ ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് എഴുതി, പിന്നെ 50-50 ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി,
പിന്നെ 1/3 കാര്യങ്ങൾ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതി. അങ്ങനെയാണ് നിങ്ങൾ ആൻസറിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അത് എലിമിനേഷൻ ടെക്നിക്സ് എന്ന് പറയും. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കുറഞ്ഞ സീറ്റേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അതിലൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറഞ്ഞ സീറ്റേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഇവിടെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് എന്ത് ചെയ്യുക, ആ രജിസ്ട്രേഷൻ ഫീസ് മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും ബൈ.